റൂൾ 50 നടപടികൾ നിർത്തിവയ്ക്കുന്നതിനുള്ള ഉപക്ഷേപം. പച്ചക്കറിയും പലവ്യഞ്ജനവും അടക്കമുള്ള ആവശ്യ സാധനങ്ങളുടെ വിലവർധനവ് മൂലം ജനജീവിതം ദുസ്സഹമായതായി പറയപ്പെടുന്ന സ്ഥിതിവിശേഷം ചർച്ച ചെയ്യുന്നതിനായി നടപടികൾ നിർത്തിവെക്കണം എന്ന ഉപക്ഷേപം പരിഗണനക്കെടുക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീ റോജി എം ജോൺ, പി.കെ. ബഷീർ, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, മാണി സി കാപ്പൻ, ശ്രീമതി കെ രമ എന്നീ ബഹുമാനപ്പെട്ട അംഗങ്ങൾ റൂൾ 50 പ്രകാരം നോട്ടീസ് നൽകിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. പ്ലീസ് ഓർഡർ. ബഹുമാനപ്പെട്ട മിനിസ്റ്ററോട് ഇരിക്കുക. പ്ലീസ്, ഫ്ലോർ ഒന്ന് ഓർഡർ ആവണം. സർ, ഈ വിഷയം ഒരു ദേശീയ പ്രശ്നമാണ്. ഭക്ഷ്യധാന്യങ്ങൾക്കായി അന്യസംസ്ഥാനങ്ങളെ ആശ്രയിക്കുന്ന ഒരു കൺസ്യൂമർ സംസ്ഥാനമെന്ന നിലയിൽ വിലക്കയറ്റത്തിൻ്റെ സ്വാധീനം ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുള്ളത് സംസ്ഥാനം നമ്മുടെ കേരളമാണ്. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യക്ഷമമായ വിപണി ഇടപെടൽ കാരണം വിലക്കയറ്റത്തിൻ്റെ രൂക്ഷത ഉൽപ്പാദന സംസ്ഥാനങ്ങളെക്കാൾ കുറഞ്ഞ തോതിലാണ് എന്ന് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. ശക്തമായ പൊതുവിതരണ സമ്പ്രദായവും സപ്ലൈകോ, കൺസ്യൂമർ ഫെഡ്, മറ്റ് സഹകരണ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന വിപണി ഇടപെടൽ എന്നീ ഘടകങ്ങളാണ് സംസ്ഥാനത്ത് വലിയ തോതിലുള്ള വിലക്കയറ്റം തടഞ്ഞു നിർത്തുവാൻ സഹായിക്കുന്നത്. സർ, നമ്മുടെ തൊട്ടടുത്ത ഉൽപ്പാദക സംസ്ഥാനങ്ങളായ കർണാടക, ആന്ധ്ര, തെലങ്കാന, ഒഡീഷ എന്നിവിടങ്ങളിലെ പണപ്പെരുപ്പ നിരക്ക് യഥാക്രമം 6.11, 5.87, 5.97, 6.25 എന്നിങ്ങനെയാണ് സാർ. എന്നാൽ കേരളത്തിലെ പണപ്പെരുപ്പ നിരക്ക് 5.47 മാത്രമാണ്. കാലാവസ്ഥയിലുള്ള വ്യതിയാനവും പ്രകൃതിക്ഷോഭവും ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ സംസ്ഥാനത്ത് പച്ചക്കറി ലഭ്യതയെ ബാധിച്ചിട്ടുണ്ട്. ഇത് ചില ഇനം പച്ചക്കറികളുടെ വിലയിൽ താൽക്കാലികമായ വർധനവിന് കാരണവുമായിട്ടുണ്ട്. സർ, എന്നാൽ മറ്റ് നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിൽ കാര്യമായ വില വ്യത്യാസം ഉണ്ടായിട്ടില്ല. സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിന് ഗവൺമെൻറ് ഓർഡർ നമ്പർ 470/2023 ഫുഡ് സിവിൽ സപ്ലൈസ് 23/11/2023 പ്രകാരം ചീഫ് സെക്രട്ടറി അധ്യക്ഷനായി സംസ്ഥാനതല കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലെയും കളക്ടർമാർ, ഭക്ഷ്യ കൃഷി വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ എന്നിവർ എല്ലാ മാസവും യോഗം ചേർന്ന് ശുപാർശകൾ സഹിതമുള്ള റിപ്പോർട്ട് ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണർക്ക് നൽകി വരികയാണ് സാർ. ഇപ്രകാരം ലഭിക്കുന്ന റിപ്പോർട്ടിന്മേൽ ഭക്ഷ്യ പൊതുവിതരണ കമ്മീഷണറുടെ ശുപാർശകൾ സഹിതം തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് സാർ. അതുകൊണ്ട് ഇത്തരം ഒരു വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അടിയന്തര സാഹചര്യം ഇല്ല. ഫലപ്രദമായി ഗവൺമെൻറ് ഇക്കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് സാർ. ശ്രീ റോജി എം ജോൺ. സർ, സംസ്ഥാനത്ത് പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും മറ്റ് അവശ്യ സാധനങ്ങൾക്കും തീ വിലയാണ്. വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് എന്നുള്ളത് ഈ നാട് മുഴുവൻ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഈ സർക്കാരിന് മാത്രം അറിയത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർ, വെണ്ടയ്ക്കയും തക്കാളിയും ഇല്ലാത്ത സാമ്പാറും മുരിങ്ങയ്ക്ക ഇല്ലാത്ത അവിയലും കഴിക്കേണ്ട ദുരവസ്ഥയിലാണ് ഇന്നൊരു സാധാരണ മലയാളി എന്നുള്ളത് നമുക്ക് കാണാതെ പോകാൻ കഴിയുമോ? സർ, കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ എല്ലാത്തിൻ്റെയും വില കൂടി. സർ, തിരുവനന്തപുരത്ത് ഒരു മാസം മുമ്പ് 50-60 രൂപയ്ക്ക് ലഭിച്ചിരുന്ന ഒരു പച്ചക്കറി കിറ്റ് ഇപ്പോൾ കിട്ടണമെങ്കിൽ 100 രൂപയിലധികം കൊടുക്കണം. വരും ദിവസങ്ങളിൽ വില ഇനിയും ഉയരുമെന്നാണ് പറയപ്പെടുന്നത്. പക്ഷേ ഇതൊന്നും സർക്കാർ മാത്രം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സർ, ഇവിടെ ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി കഴിഞ്ഞ ഈ സഭയിൽ 20/6/2024 നക്ഷത്ര ചിഹ്നം വിട്ട ചോദ്യം ശ്രീ എൽദോസ് കുന്നപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾ ചോദിച്ച ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. ചോദ്യം ഇതാണ്: സംസ്ഥാനത്ത് പച്ചക്കറിയുടെ വില അനിയന്ത്രിതമായി വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? സർ, മന്ത്രിയുടെ മറുപടി: കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണിയിൽ പച്ചക്കറിയുടെ വില വർധനവ് ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇവിടുത്തെ സംസ്ഥാനത്തെ ഒരു മന്ത്രി തന്നെ പറയുന്നത്. സർ, സാധാരണക്കാരൻ നിത്യോപയോഗ സാധനങ്ങൾ മാർക്കറ്റിലേക്ക് പോയി മേടിക്കാൻ പോകുന്ന ആളുകൾക്ക് അവരുടെ ദുരവസ്ഥ എന്താണ് സർ? ഞാൻ മാർക്കറ്റിലെ എല്ലാത്തിൻ്റെ വിലയൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഓപ്പൺ മാർക്കറ്റിലെ വില നമുക്ക് എല്ലാവർക്കും അറിയാം, ഓരോ സാധനങ്ങളുടെയും. സർ, ഒരു മാസത്തിലുണ്ടായിരിക്കുന്ന വ്യതിയാനം: തക്കാളി കഴിഞ്ഞ മാസം 40 രൂപയായിരുന്നു, ഇപ്പോൾ 80 ആയി. ബീൻസിന് 80 ആയിരുന്നു, 130 ആയി. അച്ചിങ്ങയ്ക്ക് 50, 80 ആയി. ക്യാരറ്റിന് 40 ആയിരുന്നു, 70 ആയി മാറി. വെണ്ടയ്ക്കയ്ക്ക് 25, 30 ഒക്കെ ഉണ്ടായിരുന്നു, 60 ആയി മാറി. സർ, അതിങ്ങനെ പച്ചക്കറി ഓരോ ഐറ്റം: പച്ചമുളക് 60 ഉണ്ടായിരുന്നു, 140 ആയി മാറി. സർ, പലവ്യഞ്ജനങ്ങളുടെ കണക്കിലേക്ക് വന്നാൽ അരി, മട്ടയരി 58 ആയിരുന്നു, 64 ആയി. വൻപയർ 130 ആയി, ചെറുപയർ 160 ആയി. സർ, ഓരോ സാധനങ്ങളും എടുത്ത് പരിശോധിച്ചാൽ പരിപ്പ് 130 ആയി, തുവരപ്പരിപ്പ് 160 ആയിരുന്നു, 190 ആയി. പഞ്ചസാരയ്ക്ക് 43 ആയി. സർ, മറ്റേ ഇനങ്ങൾ ഇനി മത്സ്യത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ സാധാരണക്കാരൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന മത്തിയുടെ വില ഇപ്പം എത്രയാണ് സർ?
300 രൂപയിലധികമായി ഇന്ന് 1 കിലോ മത്തിയുടെ വില മാറിയിട്ടുണ്ട് സർ. സാധാരണക്കാരൻ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് സർ. അയലയുടെ വില ഏത് മത്സ്യം എടുത്ത് പരിശോധിച്ചാലും സർ അത് മാത്രമാണോ? ഇന്നിപ്പോ കാളാഞ്ചിയും കരിമീനും നെയ്മീനും ഒന്നും ഒരു സാധാരണക്കാരന്റെ തീന്മേശയിൽ അവന് സ്വപ്നം കാണാൻ പോലും സാധിക്കാത്ത തരത്തിൽ വില വർദ്ധിച്ചിരിക്കുകയാണ് സർ. സർ ചിക്കന് 170 രൂപ. ഇവിടെ 85 രൂപയ്ക്ക് ചിക്കൻ കൊടുക്കുമെന്ന് പറഞ്ഞ ഒരു മന്ത്രി നിയമസഭയിൽ ഉണ്ടായിരുന്നു സർ. ഇപ്പൊ 85 രൂപയ്ക്ക് ചിക്കന്റെ കാല് പോലും കിട്ടാത്ത അവസ്ഥയിലായി സർ. ഇതാണ് ഇന്നത്തെ അവസ്ഥ സർ. ഇത് പൊതു മാർക്കറ്റിലെ വില. ഇനി സർക്കാരിന്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിന്റെ കണക്കുകൾ അതനുസരിച്ച് ആ കണക്കും എൻ്റെ കയ്യിലുണ്ട് സർ. മാർച്ച് മാസത്തിലെ വിലയും അതുപോലെ തന്നെ ജൂൺ മാസത്തിലെ വിലയും ഓരോ സാധനങ്ങളുടെയും വില വിവരം എന്ന സർക്കാരിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ്. പഞ്ചസാര 42 44 വെളിച്ചെണ്ണയ്ക്ക് 175 167 നിന്നും സർ. ഉരുളക്കിഴങ്ങിന് 35 നിന്നും 48 സവാളയ്ക്ക് 32 നിന്നും 42 അങ്ങനെ ഓരോ സാധനങ്ങളും ഇത് സർക്കാരിന്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്കാണ് സർ. ഇങ്ങനെ എല്ലാ സാധനങ്ങൾക്കും അടിക്കടിയായിട്ട് വില വർദ്ധിച്ചിട്ടും ഇതൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല എന്ന മട്ടിലാണ് ഈ സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് മന്ത്രിമാരായാലും സർക്കാരിന്റെ ഉദ്യോഗസ്ഥരായാലും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈനംദിനം എന്ന വണ്ണം കടകളിലേക്ക് മാർക്കറ്റിലേക്ക് പോകുന്ന ആളുകൾ ഏത് രീതിയിലാണ് തിരിച്ചു വരുന്നതെന്ന് നമുക്കറിയാം സർ. ഇത് മാത്രമാണോ? ഇനി മറ്റ് സാധനങ്ങളുടെ നിർമ്മാണ സാമഗ്രികളുടെ എല്ലാത്തിൻ്റെയും വില വർദ്ധിപ്പിച്ചു. അത് സിമെന്റ് ആയാലും കമ്പി ആയാലും മണലായാലും എംസാൻഡ് ആയാലും എല്ലാത്തിൻ്റെയും വില വർദ്ധിച്ചു. ഇനി മനുഷ്യൻ തിന്നുന്നത് പോട്ടെ, അതിനുശേഷം മൃഗങ്ങൾ കഴിക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, കാലിത്തീറ്റ ആയാലും കോഴിത്തീറ്റ ആയാലും KF കാലിത്തീറ്റയ്ക്ക് 1500 രൂപയായി സർ. അതുപോലെ തന്നെ കോഴിത്തീറ്റയ്ക്ക് 2500 രൂപയായി സർ. സർ ഇതെല്ലാം CPI ഭരിക്കുന്ന വകുപ്പുകളാണ്. ഈ വകുപ്പിന് കീഴിലുള്ള എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു. ഇതൊന്നും ഈ വർദ്ധിച്ച കാര്യങ്ങളൊന്നും ഈ സർക്കാർ അറിയുന്നില്ല. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ അങ്ങ് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ എല്ലാ സാധനങ്ങൾക്കും വില വർദ്ധിച്ച് മുന്നോട്ട് പോകുന്നതുകൊണ്ട് ജനം പൊറുതിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് സർ. സർ അങ്ങിവിടെ വിലക്കയറ്റ സൂചികയെക്കുറിച്ച് സൂചിപ്പിച്ചു. ദേശീയ തലത്തിൽ കഴിഞ്ഞ മാസം റീറ്റെയിൽ ഇൻഫ്ലേഷൻ 12 മാസത്തെ ഏറ്റവും താഴ്ചയിലേക്ക് എത്തിയിട്ടും സംസ്ഥാനത്ത് അതിന്റെ ഘടകവിരുദ്ധമായിട്ടുള്ള ട്രെൻഡാണ് കാണുന്നത്. അതായത് ദേശീയ തലത്തിൽ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കുറയുമ്പോഴും സംസ്ഥാന തലത്തിൽ കേരളത്തിലേക്ക് വരുമ്പോൾ റീറ്റെയിൽ ഇൻഫ്ലേഷൻ കൂടുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങിവിടെ ചില സംസ്ഥാനങ്ങളുടെ കണക്ക് പറഞ്ഞു. ഇതിനു മുമ്പ് ഒരിക്കൽ അങ്ങ് മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞത് രാജസ്ഥാനിലേക്ക് നോക്കൂ, കർണാടകയിലേക്ക് നോക്കൂ എന്നാണ് പറഞ്ഞു. എന്തായാലും ഇത്തവണ അദ്ദേഹം മറുപടി പറഞ്ഞപ്പോൾ രാജസ്ഥാനിലേക്ക് നോക്കാൻ അദ്ദേഹം പറഞ്ഞില്ല സർ. അദ്ദേഹം കർണാടകയിലേക്കും തെലങ്കാനയിലേക്കും നോക്കാനാണ് പറഞ്ഞത്. അപ്പോൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ കുറിച്ച് വില വർധനവിനെ കുറിച്ചൊന്നും അദ്ദേഹത്തിന് ഒന്നും സൂചിപ്പിക്കാനില്ല. കഴിഞ്ഞ പ്രാവശ്യം രാജസ്ഥാനും കർണാടകയുമായിരുന്നു. ഇത്തവണ അദ്ദേഹം പറയുമ്പോൾ കർണാടകയും തെലങ്കാനയുമാണ്. ഇവിടുന്ന് ആളുകൾ തെലങ്കാനയിലും കർണാടകയിലും പോയി മേടിക്കുമോ? അല്ലെങ്കിൽ തെലങ്കാനയിൽ നിന്നും കർണാടകയിൽ നിന്ന് ഇവിടെ വന്ന ആളുകൾ മേടിക്കുമോ? സർ ദേശീയ ശരാശരി പരിശോധിക്കുമ്പോൾ ദേശീയ ശരാശരി 4.83 നിൽക്കുകയാണ്. ദേശീയ ശരാശരി 4.83 നിൽക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ 5.47 റീറ്റെയിൽ ഇൻഫ്ലേഷന്റെ തോത് നിൽക്കുകയാണ് സർ. അപ്പൊ ഇതൊന്നും ഈ നാട്ടിലല്ലേ സംഭവിക്കുന്നത്? ഇത് സർക്കാർ അറിയുന്നില്ലെങ്കിലും സാധാരണക്കാരൻ ഇതിന്റെ ചൂട്, ഇതിന്റെ വേദന ദൈനംദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സർ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എന്താ നമ്മൾ സാധാരണ ചെയ്യുന്നത്? ഇവിടെ 1964 ശ്രീ R ശങ്കറിന്റെ കാലത്ത് ഇന്ത്യയിൽ ആദ്യമായി സ്റ്റാറ്റ്യൂട്ടറി റേഷനിങ് നടപ്പിലാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതിനുശേഷം ഓരോ സർക്കാരുകളും മാറി മാറി വന്നപ്പോൾ നമ്മൾ വിപണിയിൽ കൃത്യമായ ഇടപെടൽ നടത്തുന്നതിന് വേണ്ടിയിട്ട്, മാർക്കറ്റ് ഇന്റർവെൻഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ ആരംഭിച്ചു. ഇവിടെ പറഞ്ഞതുപോലെ സപ്ലൈകോ ഉണ്ട്, അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ് ഉണ്ട്, അതങ്ങനെ മറ്റ് സഹകരണ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇന്ന് സർ ഈ സ്ഥാപനങ്ങളുടെയൊക്കെ അവസ്ഥ എന്താണ്? ഇപ്പോൾ ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞു, ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ കമ്മിറ്റി രൂപീകരിച്ച് ഇവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്, ഇടപെടലുകൾ നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. സർ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ മറുപടി തന്നെ എൻ്റെ കയ്യിലുണ്ട്. ഇത് സംബന്ധിച്ച് അങ്ങ് 10/6/2024 ശ്രീ അനൂപ് ജേക്കബിന്റെ ചോദ്യത്തിന് നൽകിയ മറുപടി, അതിന്റെ അവസാന ഭാഗം ഞാൻ പറയാം സർ. അതിന്റെ അവസാന ഭാഗത്ത് ഇതാണ്: പൊതുവിപണിയിൽ ഇടപെടുന്നതിന് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ധനസഹായം നൽകി വരുന്നുണ്ടോ, വ്യക്തമാക്കാമോ? സർ 2020-21 വർഷത്തിൽ 0, 2021-22 വർഷത്തിൽ 75 കോടി, 2022-23 വർഷത്തിൽ വീണ്ടും 0, 2023-24 വർഷത്തിൽ 375 കോടി. സർ ഏറ്റവും അവസാനത്തെ പിരിവ് ചോദ്യത്തിന്റെ. സർ എങ്കിൽ സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ഈ സാമ്പത്തിക വർഷം എത്ര തുക നൽകാനാണ് പ്രഖ്യാപനം നടത്തിയത്? അതിൽ എത്ര തുക വിതരണം ചെയ്തിട്ടുണ്ട്, വിശദമാക്കാമോ എന്ന ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് തന്നെ നിയമസഭയിൽ നൽകിയിരിക്കുന്ന മറുപടി, 2024-25 സാമ്പത്തിക വർഷം വിപണി ഇടപെടൽ പ്രവർത്തനങ്ങൾക്കായി ബഡ്ജറ്റ് വിഹിതമായി സപ്ലൈകോയ്ക്ക് വകയിരുത്തിയിട്ടുള്ളത് 205 കോടി രൂപയാണ്. ഈ സാമ്പത്തിക വർഷം തുക വിതരണം ചെയ്തു തുടങ്ങിയിട്ടില്ല. സർ ഇതുവരെ അനുവദിക്കപ്പെട്ടിട്ടുള്ള തുകയിൽ നിന്നും 1 രൂപ പോലും
വിനിയോഗിച്ചു തുടങ്ങിയിട്ടില്ല എന്ന് അങ്ങ് തന്നെ ഇവിടെ നിയമസഭയിൽ പറയുകയാണ് സർ. സർ, അപ്പൊ എന്താ സ്ഥിതി? അപ്പൊ ഇവിടെ ഇടപെടൽ നടത്തേണ്ടത് സപ്ലൈകോ. ആ സപ്ലൈകോയുടെ അവസ്ഥയാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. സർ, സപ്ലൈകോ 50-ാം വർഷം ആഘോഷിക്കുകയാണ് സർ. 50-ാം വർഷം മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഉദ്ഘാടനമൊക്കെ ചെയ്തു. സർ, 13 അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിൽ വന്ന ഒരു സർക്കാർ ഈ 13 സാധനങ്ങൾക്കും നൽകി വന്നിരുന്ന സബ്സിഡി 55% നിന്ന് 35% കുറച്ച ഒരു സർക്കാരാണ്. അങ്ങനെ സബ്സിഡി 55% നിന്ന് 35% കുറച്ചിട്ട് 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഒരു സർക്കാരാണ് സാർ ഇന്ന് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്നത്. ഇപ്പൊ മന്ത്രി എന്താ പറഞ്ഞത്? വില വർധനവ് ജനങ്ങളെ ബാധിക്കില്ലെന്നാ പറഞ്ഞത്. സാർ, മന്ത്രി പറഞ്ഞത് ശരിയാണ്. കാരണം സപ്ലൈകോയിലെ വില വർധനവ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളെ ബാധിക്കില്ല. കാരണം സപ്ലൈകോയിൽ ഒരു സാധനവും ഇല്ല സാർ. സപ്ലൈകോയിൽ പോയി ആരെങ്കിലും എന്തെങ്കിലും മേടിച്ചാലല്ലേ ഈ വില വർധനവ് ജനങ്ങളെ ബാധിക്കേണ്ട കാര്യമുള്ളൂ. സർ, മാസങ്ങളായിട്ട് സപ്ലൈകോ ഔട്ട്ലെറ്റിൽ പഞ്ചസാരയില്ല, തുവരപ്പരിപ്പില്ല, വൻപയറില്ല. സർ, ഇപ്പൊ യഥാർത്ഥം എന്താണ്? സപ്ലൈ ഇല്ലാത്ത സപ്ലൈകോയായി കേരളത്തിലെ ഈ സംവിധാനം മാറി സർ. സപ്ലൈ ഇല്ലാത്ത സപ്ലൈകോയാണ് സാർ. ഏത് ഔട്ട്ലെറ്റിൽ വേണമെങ്കിലും പോയി നോക്കാം. ഞങ്ങളിത് നേരത്തെ നിയമസഭയിൽ പറഞ്ഞപ്പോൾ മന്ത്രി വെല്ലുവിളിച്ചു, പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു, നമുക്ക് പോയി പരിശോധിക്കാമെന്ന് പറഞ്ഞു. സർ, ഇന്ന് കേരളത്തിൽ ഏത് സപ്ലൈകോ ഔട്ട്ലെറ്റിലും ഏത് മാധ്യമങ്ങൾ പോയി പരിശോധിച്ചാലും അവിടെ ഒഴിഞ്ഞു കിടക്കുന്ന റാക്കുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നിരവധി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ്. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സർ, 600 കോടിയിലധികം രൂപയാണ് സപ്ലൈകോയ്ക്ക് കുടിശ്ശികയായിട്ട് കൊടുക്കാനുള്ളത്. അതുകൊണ്ട് കരാറുകാരും സഹകരിക്കുന്നില്ല. സപ്ലൈകോ എപ്പോഴും ഇൻഡന്റ് കൊടുക്കും, ടെൻഡർ ക്ഷണിക്കും, ഒരാളും ടെൻഡറിൽ പങ്കെടുക്കാനായിട്ട് തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം വകുപ്പിന്റെ ഡിമാൻഡ് ചർച്ചയിൽ പറഞ്ഞെന്താണ്? വകുപ്പിന് ഈ തുക പാസ്സാക്കി തരണമെന്നും പാസ്സാക്കുന്ന തുക സമയത്ത് കിട്ടാനുള്ള നടപടി ഉണ്ടാവണമെന്നും മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞെടുത്ത കഴിഞ്ഞ ദിവസം. സർ, ഞാൻ അവസാനിപ്പിക്കുകയാണ് സർ. സാർ, ഇത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരെ, നമ്മുടെ നാട്ടിലെ അമ്മമാര്, സ്ത്രീകൾ, സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് സർ. ഞാൻ വേറെ മറ്റൊന്നും പറഞ്ഞു പോകുന്നില്ല. ഇതിവിടെ അല്ലാതെ വേറെ എവിടെ പറയും സർ? സർ, അതുകൊണ്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ ഇന്നത്തെ കേരള കൗമുദിയിലെ വാർത്തയാണ് സർ. പലവ്യഞ്ജനത്തിനും വില കുതിക്കുന്നു ഇടപെടാതെ സർക്കാർ. സപ്ലൈകോയ്ക്ക് കിട്ടാൻ 3500 കോടി രൂപ എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സർ. ഇതിൽ സംസ്ഥാന സർക്കാർ സബ്സിഡി വിപണി ഇടപെടലിനായിട്ട് കൊടുക്കാനുള്ളത് 1475 കോടി. കേന്ദ്ര സർക്കാർ നെല്ല് സംഭരണത്തിനായിട്ട് കൊടുക്കാനുള്ളത് 1079 കോടി. സർ, ചേട്ടൻ ബാവയും കൊള്ളാം, അനിയൻ ബാവയും കൊള്ളാം സർ. അതുപോലെ തന്നെ ഓരോ ഇനത്തിലും സ്കൂൾ ഉച്ചഭക്ഷണത്തിന് കൊടുക്കാനായിട്ടുള്ളത് കുടിശ്ശികയായിട്ട് കൊടുക്കാനുള്ളത് 150 കോടി. സർ, ആ ഹെലികോപ്റ്ററിന് കൊടുക്കുന്ന വാടകയെങ്കിലും സർ ഈ ഉച്ചഭക്ഷണത്തിന് കൊടുക്കുന്ന ചെലവഴിച്ച തുകയ്ക്കൊന്ന് കൊടുക്കാനായിട്ട് ഈ സർക്കാർ തയ്യാറാവേണ്ടേ സർ? സർ, അതുപോലെ ഓരോ സാധനങ്ങളും സ്റ്റോക്കില്ല എന്ന വസ്തുതയാണ്. മന്ത്രി പറയുന്നത് ഇപ്പോൾ സപ്ലൈകോയുടെ വരുമാനത്തിൽ ഇടിവുണ്ടായിരിക്കുന്നത് പ്രതിപക്ഷം നിയമസഭയിൽ ഈ വിഷയങ്ങൾക്ക് ഉന്നയിച്ചുകൊണ്ടാണ്. സർ, സപ്ലൈകോയിലെ സ്റ്റോറുകളിൽ സാധനങ്ങൾ ആവശ്യത്തിന് ലഭ്യമായാൽ സാധനങ്ങൾ മേടിക്കാൻ ആളുകൾ അവിടെ കയറും. അപ്പോൾ സാധനങ്ങളില്ലാത്ത സ്റ്റോറുകളിലേക്ക് ആളുകൾ കയറാതെ വരുമ്പോൾ വീണ്ടും അവിടെ വിലയിടിവ് ഉണ്ടാകുകയാണ്. ഇപ്പൊ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സപ്ലൈകോയിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ജീവനക്കാർക്ക് മാസങ്ങളായിട്ട്, ഞാൻ അവസാനിപ്പിക്കാം സർ, മാസങ്ങളായിട്ട് ശമ്പളം നൽകുന്നില്ല സർ. ഓരോ ഔട്ട്ലെറ്റിലും മാസം 6 ലക്ഷം രൂപയുടെ ടാർഗറ്റ് തികഞ്ഞാൽ മാത്രമേ താൽക്കാലിക ജീവനക്കാർക്ക് ദിവസം 575 രൂപ കൂലി കിട്ടുകയുള്ളൂ എന്നാണ് വ്യവസ്ഥ സർ. ഇപ്പോൾ പല ഔട്ട്ലെറ്റുകളിലും അവിടുത്തെ മാസ വിറ്റുവരവ് എന്ന് പറയുന്നത് 3 ലക്ഷത്തിൽ താഴെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞാൽ 3 തൊഴിലാളികളുള്ള ഒരു സപ്ലൈകോയിൽ അവർക്ക് ആകെ കൊടുക്കുന്ന ശമ്പളം 24 ദിവസം പണിയെടുത്താൽ ആകെ കൊടുക്കുന്നത് 13,800 രൂപയാണ് സർ. അത് 3 ആയിട്ട് വീതിച്ചെടുത്താൽ ഒരാൾക്ക് കിട്ടുന്നത് മാസം കിട്ടുന്നത് 4,600 രൂപ മാത്രം. എന്ന് പറഞ്ഞാൽ സപ്ലൈകോയിൽ താൽക്കാലികമായി പണിയെടുക്കുന്ന ഒരു സാധാരണ ജീവനക്കാരന് ഒരു ദിവസം കിട്ടുന്ന ശരാശരി കൂലി എന്ന് പറയുന്നത് 167 രൂപ മാത്രമാണ് സർ. സർ, 167 രൂപയ്ക്ക് ദിവസക്കൂലി വേതനത്തിൽ സപ്ലൈകോയിൽ തൊഴിലെടുക്കേണ്ടി വരുന്ന സാധാരണക്കാരായിട്ടുള്ള തൊഴിലാളികൾ, ആ തൊഴിലാളികളുടെ ദുരവസ്ഥ ഈ സർക്കാർ കാണുന്നില്ലേ സർ? ആ ദുരവസ്ഥയിൽ നിന്നുകൊണ്ടാണ് സർ ഈ വർഷം ഇത് 50-ാം വർഷം ആഘോഷിക്കുന്ന സപ്ലൈകോയുടെ 50-ാം വർഷം ഈ സർക്കാർ ആഘോഷിക്കുന്നത്. സർ, കോവിഡ് കാലത്ത് സൗജന്യ വിതരണത്തിന് കിറ്റ് നിറച്ചു തന്ന ഈ സാധാരണക്കാരായിട്ടുള്ള ജീവനക്കാരുടെ ദുരിതം കാണാതെ ഈ സർക്കാർ പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. സാർ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാർ, ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ആരെയാണ് സർ? സർ, ഇത്തരം വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ദിവസ കൂലിക്ക് പണിയെടുക്കുന്ന തൊഴിലാളികൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ, ഇങ്ങനെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിതം അവർ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനായിട്ട് പ്രയാസപ്പെടുകയാണ് സർ. അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടാൻ ഇങ്ങനെ ജനങ്ങൾ പൊറുതിമുട്ടുമ്പോൾ അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടാനുള്ള എന്തെങ്കിലും നടപടി സർക്കാർ സ്വീകരിക്കണ്ടേ? സർക്കാർ അവർക്ക് കൊടുക്കാനുള്ള ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല. 6 മാസമായിട്ട് ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ്. ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷനുകൾ
വർഷത്തിലധികമായിട്ട് കുടിശ്ശികയിലാണ്. സർക്കാർ ജീവനക്കാർക്ക് അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക, പെൻഷൻകാർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുത്തു തീർക്കുന്നില്ല. അങ്ങനെ ഒരു വശത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില ക്രമാതീതമായി വർദ്ധിക്കുന്നു, മറുവശത്ത് സർക്കാർ തന്നെ ജനങ്ങൾക്ക് അവരുടെ പർച്ചേസിംഗ് പവർ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കൊടുക്കേണ്ടുന്ന കുടിശ്ശിക പോലും കൊടുക്കാത്ത അവസ്ഥ. അങ്ങനെ ഒരു വശത്ത് സർക്കാരിന്റെ വരുത്തിയിരിക്കുന്ന കുടിശ്ശികയുടെ ദുരിതം ജനങ്ങൾ അനുഭവിക്കുമ്പോൾ മറുവശത്ത് വിലക്കയറ്റം കൊണ്ടും ജനം പൊറുതിമുട്ടുകയാണ്. ഒരു കാരണവശാലും ഇന്ന് ഈ നാട്ടിൽ സാധാരണക്കാരന് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ സംസ്ഥാനം അവന്റെ നിത്യജീവിതം മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെതിരെ കണ്ണടച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ്. കേവലം ആഘോഷം നടത്തിയത് കൊണ്ട് മാത്രം ജനങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാവില്ല സാർ. ഈ ഗുരുതരമായിട്ടുള്ള വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ വിശദീകരിച്ച കാര്യങ്ങളിൽ ചില കാര്യങ്ങളിൽ ഗവൺമെൻറ് ഫലപ്രദമായ ഇടപെടൽ നടത്തുന്നുണ്ട് സാർ. സംസ്ഥാനത്ത് പച്ചക്കറി വിലയുടെ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിഹാരം കാണാൻ ആവശ്യമായ നടപടികളുടെ ഭാഗമായി 24/6/2024 കൃഷിമന്ത്രിയുടെ അധ്യക്ഷതയിൽ തന്നെ ഉന്നതതല യോഗം ചേർന്ന് അതിനെ സംബന്ധിച്ച് വിലയിരുത്തി അതിനാവശ്യമായിട്ടുള്ള നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട് സാർ. അതുപോലെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചത് പൊതുവിതരണ സംവിധാനത്തെക്കുറിച്ചും സപ്ലൈകോയെക്കുറിച്ചുമെല്ലാം കൂടുതൽ വാചാലമായി കാര്യങ്ങൾ പറയുകയുണ്ട് സാർ. വിലക്കയറ്റത്തിൻ്റെ വിഷയത്തിൽ ഇത് നമ്മുടെ സംസ്ഥാനത്ത് മാത്രം വിഷയമല്ല, രാജ്യമൊട്ടാകെയുള്ള ഒരു പ്രശ്നമാണ് എന്ന് നമുക്കെല്ലാം അറിയാം. അല്ല, താങ്കളുടെ നേതാവ് ചിദംബരം കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ പാർലമെൻറ്റിൽ ഈ വിഷയത്തെക്കുറിച്ച് നടന്ന ചർച്ചയ്ക്ക് പറഞ്ഞ മറുപടി താങ്കൾക്കറിയാം. നമ്മളെല്ലാം പലപ്പോഴും പല പൊതുവേദികളിലും ചർച്ച ചെയ്യുന്ന വിഷയമാണ്. തൻ്റെ കയ്യിൽ നിന്ന് നിയന്ത്രിക്കാൻ മാന്ത്രിക വടിയൊന്നുമില്ലെന്ന് ഒഴിഞ്ഞ കേന്ദ്ര ധനകാര്യമന്ത്രിയാണ് ശ്രീ ചിദംബരം എന്നുള്ള കാര്യം മറന്നുപോലും. ഇവിടെ അനൂപ് ജേക്കബും പല സഭകളിലും അടിയന്തര പ്രമേയത്തിൻ്റെ മറുപടി ഞാൻ ഒന്ന് ഓടിച്ച് നോക്കുകയുണ്ടായി. ഞാൻ അതിൻ്റെ തർക്കത്തിലേക്ക് പോകുന്ന വിഷയമല്ല, ഞാൻ ആ വിഷയങ്ങൾ പരസ്പര തർക്കത്തിൻ്റെ വിഷയമല്ല. നമുക്ക് ഇത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് കൂട്ടായി ഇടപെടേണ്ട കാര്യമുണ്ട് സാർ. ഇത് കൂട്ടായി ഇടപെടേണ്ട കാര്യമുണ്ട്. ഞാനിത് പറഞ്ഞത് കേന്ദ്ര സർക്കാർ അനുവർത്തിച്ചു വരുന്ന വികലമായ സാമ്പത്തിക നയങ്ങളാണ് ഇത്തരം സാഹചര്യത്തിലേക്ക് എത്തുന്നത്. നമ്മോട് എടുക്കുന്ന സമീപനം എന്താ? ഈ സഭ പലതവണ ചർച്ച ചെയ്തതാണ്. നമുക്ക് ആവശ്യമായ ഭക്ഷ്യധാന്യം നൽകുന്ന കാര്യത്തിൽ, അരി നൽകുന്ന കാര്യത്തിൽ കേന്ദ്രത്തിൻ്റെ വിവേചനപരമായ നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഞാൻ ഒരു തർക്കത്തിലേക്കല്ല, നമുക്ക് വേണ്ടത്ര യോജിച്ച് നീങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പലവട്ടം ഈ സഭയിൽ തന്നെ ആ വിഷയം വന്നിട്ടുള്ളതാണ്. നമുക്ക് 2 ലക്ഷം മെട്രിക് ടൺ അരി കുറച്ചതാരാ? അത് പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം ഈ സഭയിൽ ഏകകണ്ഠമായി പാസ്സാക്കിയത്. സർ, ഫലപ്രദമായിട്ടുള്ള വിപണി ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് കേരളത്തിലെ റേഷൻ വിതരണ രംഗത്ത് നമ്മൾ പരിശോധിച്ചാൽ 97-98% കുടുംബങ്ങൾ റേഷൻ കടകളിൽ നിന്ന് ഭക്ഷ്യധാന്യം വാങ്ങുകയാണ്. സർ, എല്ലാ മാസത്തെയും ശരാശരി എടുത്തു നോക്കിയാൽ, എല്ലാ കാർഡും കൂടെ ചേർത്തെടുത്താൽ 82-83% കുടുംബങ്ങൾ നമ്മുടെ പൊതുവിതരണ കേന്ദ്രങ്ങളിൽ നിന്ന് കൃത്യമായി അരി വാങ്ങുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് സാർ. ഇന്നത്തെ കണക്ക് നോക്കിയാൽ പോലും, ഇന്ന് നോക്കുമ്പോൾ രാവിലെ ഞാൻ 8:30 മണിക്ക് നോക്കുമ്പോൾ 26,931 കുടുംബങ്ങൾ, ഈ മാസം ഇതുവരെ 55,33,526 കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ 59% കുടുംബങ്ങൾ നമ്മുടെ പൊതുവിതരണ കേന്ദ്രത്തെ ആശ്രയിക്കുന്നു എന്നുള്ളത് കാണുകയാണ് സാർ. അതുകൊണ്ട് ഒരു ഗവൺമെൻറ്റിന് ഇത്തരം വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാട് ഇങ്ങനെ സ്വീകരിക്കുമ്പോൾ തന്നെ കേരളത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യധാന്യം തരാത്ത നിലപാട് സ്വീകരിക്കുമ്പോഴും കേരളം ജനങ്ങളെ ചേർത്ത് നിർത്തുകയാണ് സാർ. ഒരു കാര്യം ഞാൻ പറയാം, 6 മാസത്തെ റേഷൻ വിതരണത്തിൻ്റെ തോത് പരിശോധിച്ചാൽ മഞ്ഞ കാർഡുകാർ 97-98%, പിങ്ക് കാർഡുകാർ 94% പേരാണ്, നീല കാർഡുകാരിൽ 82% പേരും, വെള്ള കാർഡ് 64% പേരും തങ്ങൾക്ക് അർഹതപ്പെട്ട വിഹിതം വാങ്ങുന്നതായി കാണാൻ കഴിയും. ഡിസംബറിൽ ശരാശരി എടുത്താൽ ഡിസംബർ 82.7%, ജനുവരിയിൽ 83.47%, ഫെബ്രുവരിയിൽ 83.3%, മാർച്ചിൽ 81.98%, ഏപ്രിൽ 80%, മെയ്യിൽ 81.26% എന്നിങ്ങനെയാണ് സാർ. സാർ, ഞാനീ പറഞ്ഞത് ഈ റേഷൻ വിതരണത്തിൻ്റെ ചിലവെടുത്ത് നോക്കിയാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണോ ഇത്? ഈ സംസ്ഥാനം സർക്കാർ ഓരോ വർഷവും ഇതിനുവേണ്ടി ചിലവാക്കുന്ന തുക പരിശോധിക്കുമ്പോഴാണ്
നമ്മൾ അതിനാവശ്യമായ ഇടപെടൽ നടത്തുന്നത് കാണാൻ കഴിയുന്നത്. സാർ, നമുക്ക് കേന്ദ്ര ഗവൺമെൻറ് 8 രൂപ 30 പൈസയ്ക്ക് നമ്മൾ വാങ്ങുന്ന അരി നീല കാർഡുകാർക്ക് 4 രൂപ നിരക്കിലും വെള്ള കാർഡുകാർക്ക് 10 രൂപ 90 പൈസ നിരക്കിലും നമ്മൾ വിതരണം ചെയ്യുകയാണ്. സാർ, ഒരു പ്രതിവർഷം ഭക്ഷ്യധാന്യങ്ങളുടെ വില ഇനത്തിൽ 336 കോടി രൂപയും റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ ഇനത്തിൽ 324 കോടി രൂപയും ഗതാഗത കൈകാര്യ ചെലവ്, ഗോഡൌൺ വാടക, ജീവനക്കാർക്കുള്ള ശമ്പളം, മറ്റ് അനുബന്ധ ചെലവുകൾ എന്നിവയ്ക്കായി 254 കോടി രൂപയും സംസ്ഥാന സർക്കാർ ചെലവഴിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 914 കോടി രൂപ ഒരു വർഷം ചെലവഴിക്കുകയാണ്. ഇതിൽ 96 കോടി രൂപ മാത്രമാണ് കേന്ദ്രം നൽകുന്നത്. സാർ, ഈ വിഷയത്തിൽ കേന്ദ്ര ഗവൺമെൻറ് നിലപാടിനെ ചോദ്യം ചെയ്യാൻ, കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാടിനെ ചോദ്യം ചെയ്യാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അപ്പുറത്തിരിക്കുന്ന UDF-ന്റെ പ്രതിനിധികളായ MP-മാർ തയ്യാറായിട്ടുണ്ടോ? നമുക്ക് അത് നേടിയെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ടോ? അത് കേരളത്തിൻ്റെ ഒരു പൊതു താല്പര്യമല്ലേ? ഇത് വിലക്കയറ്റം വർദ്ധിക്കാതിരിക്കാൻ നമുക്ക് ഇടപെടാൻ കഴിയുന്നൊരു കാര്യമല്ലേ സാർ? ഇവിടെ സൂചിപ്പിച്ചല്ലോ നമ്മുടെ ബഹുമാനപ്പെട്ട അംഗം, മറ്റ് സംസ്ഥാനങ്ങൾ, അന്യ സംസ്ഥാനങ്ങളിലെ അരിയുടെ വില നോക്കുമ്പോഴാണ് നമുക്ക് അത് അറിയാൻ കഴിയുന്നത്. അരിവില നോക്കുമ്പോൾ ഈ കേരളത്തിൽ അരിവില കർണാടകയിലെ കണക്ക് പറഞ്ഞാൽ കർണാടകയിൽ 54.71 54 രൂപ 71 പൈസ, തെലുങ്കാനയിൽ 47 രൂപ, കേരളത്തിൽ ശരാശരി എടുത്താൽ 45ആണ്. സാർ, ഞാനീ പറഞ്ഞത് അതെന്താ കാര്യം? നമ്മൾ ഉപയോഗിക്കുന്ന അരി ന്യായവിലയ്ക്കും പൊതുവിതരണ കേന്ദ്രത്തിലൂടെയും കേരളത്തിലെ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത് കൊണ്ടാണ്. സാർ, നമുക്ക് ഇവിടെ ഞാൻ കഴിഞ്ഞ സഭയിൽ പറഞ്ഞതാണ്, ഇത്തരമൊരു ഘട്ടത്തിൽ നമുക്ക് മുമ്പാണെങ്കിൽ OMS സ്കീം അനുസരിച്ച് അരി ആവശ്യമുള്ളത് വാങ്ങാൻ കഴിയുമായിരുന്നു. അത് കേരളത്തിന് നിർത്തലാക്കുന്ന നിലപാട് സ്വീകരിച്ചു. ആ ഘട്ടത്തിലും കേരളം 41 രൂപ കിലോയ്ക്ക് വില കൊടുത്ത് വാങ്ങുന്ന അരിയാണ് സപ്ലൈകോ കടയിലൂടെ 30 രൂപയ്ക്ക് കൊടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ 1 കിലോ അരിക്ക് 11 രൂപ നഷ്ടം സഹിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള നിലപാടാണ് ഗവൺമെൻറ് സ്വീകരിച്ചത്. സാർ, ആ ശബരി കെ റൈസ് 4 മാസങ്ങളിലായി 41 കോടി രൂപയുടെ വിൽപ്പന നടന്നിട്ടുണ്ട്. 1,38,000 ക്വിൻ്റൽ അരി 30 ലക്ഷം കുടുംബങ്ങൾ വാങ്ങിയതിൻ്റെ കണക്കാണ് ഞാൻ രാവിലെ നോക്കുമ്പോൾ കാണാൻ കഴിഞ്ഞത്. അത് കാണിക്കുന്നത് നമുക്ക് ഫലപ്രദമായിട്ടുള്ള ഇടപെടലിൻ്റെ ഒരു ഭാഗമല്ലേ അത്? 2022-23 വർഷം ഇവിടെ സപ്ലൈകോയെക്കുറിച്ച് പറഞ്ഞു. 5302.48 കോടി രൂപയുടെ വിൽപ്പന ആ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിലൂടെ നടത്താൻ കഴിഞ്ഞു. കുറച്ച് പ്രയാസങ്ങളുണ്ട്, അത് നിങ്ങൾക്കറിയുന്ന കാര്യമല്ലേ. നമ്മുടെ സംസ്ഥാനത്തെ സാമ്പത്തികമായി ഞെരുക്കുന്ന നിലപാടല്ലേ കേന്ദ്രം സ്വീകരിക്കുന്നത്. എല്ലാ മേഖലയും അത് ബാധിച്ചല്ലോ കുറേശ്ശെ. അത് ബാധിക്കുന്നതിൽ പൊതുവിതരണ രംഗത്ത് സപ്ലൈകോയുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് നൽകുന്ന സബ്സിഡിയുടെ കാര്യത്തിൽ കുറച്ച് ബാധിച്ചു എന്നുള്ളത് സത്യമായ കാര്യമല്ലേ. എന്നാൽ അതിനെ അതിജീവിക്കാനുള്ള നടപടിയുമായിട്ടല്ലേ ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. സപ്ലൈകോ 50ാം വാർഷികം നടത്തുന്നതിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ വിമർശിച്ചത്. ഞാനൊരു സഭയിൽ പറഞ്ഞു, സപ്ലൈകോയിൽ സബ്സിഡി ഉൽപ്പന്നങ്ങൾ മാത്രമല്ല, നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയെക്കുറിച്ച് ഞാനിവിടെ സൂചിപ്പിക്കുകയുണ്ടായി. കഴിഞ്ഞ ഒരു ദിവസത്തെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ ഞാനത് സൂചിപ്പിച്ചതാണ്. 4-1 വിൽപ്പനയാണ് സബ്സിഡി ഉൽപ്പന്നങ്ങൾ, 4-3 വിൽപ്പന സബ്സിഡി അല്ലാത്ത ഉൽപ്പന്നങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ആ ഉൽപ്പന്നങ്ങൾക്കും 5 മുതൽ 30% വരെ വിലക്കുറവുണ്ട്. ന്യായവിലയ്ക്ക് ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. അതല്ലേ കാണിക്കുന്നത് 5000, 4000, 6000 കോടി രൂപയുടെ വിൽപ്പന ഓരോ വർഷവും ഈ കേരളത്തിൽ ഒരു പൊതുമേഖലാ സ്ഥാപനം 50 വർഷക്കാലം ഇതുപോലൊരു പൊതുമേഖലാ സ്ഥാപനത്തിന് നിലനിൽക്കാൻ കഴിഞ്ഞത് തന്നെ നമ്മൾ കാണേണ്ടത് വിഷയമല്ലേ. അത് കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചതാണ്. ആ സ്ഥാപനത്തെ സപ്പോർട്ട് ചെയ്യാനും അതിനെ സംരക്ഷിക്കാനുമുള്ള നടപടിക്ക് പകരം അതിനെ തകർക്കുന്ന വർത്തമാനം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഖേദകരമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാനതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കുന്നില്ല സാർ. ഞാനിത് പറഞ്ഞത് ഈ രീതിയിൽ ഫലപ്രദമായി ഇടപെടൽ നടത്തുന്ന സ്ഥാപനങ്ങളെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് എന്താ ഗുണം? എന്താണ് അതിന് വേണ്ടുന്ന ഗുണം വരുന്നത്? ഇവിടെ ബഹുമാനപ്പെട്ട അങ്ങ് ഇവിടെ സൂചിപ്പിച്ചു കേരളമതി പത്രത്തിൻ്റെ കാര്യം. ഞാനത് വായിച്ചു. അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് ആ ലേഖകൻ, മഴ കുറഞ്ഞതും ഉത്തരേന്ത്യയിൽ ചൂട് കൂടിയതുമാണ് വിലവർധനയ്ക്ക് കാരണമെന്നും അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ആ വരി അദ്ദേഹം വായിച്ചില്ല. തമിഴ്നാട്ടിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവും കുറഞ്ഞു, ട്രോളിംഗ് നിരോധനവും രൂക്ഷമായ തിരയടിയും കാരണം മത്സ്യ ലഭ്യത കുറഞ്ഞതോടെ വിലയും വർദ്ധിച്ചു തുടങ്ങി. മത്തിയുടെ വില അതിനകത്ത് പറയുന്നുണ്ട് സാർ. അദ്ദേഹം ആ പോയിന്റ് പറയാതെ മറ്റു കാര്യമാണ് പറഞ്ഞത്. അതൊരു വാസ്തവമല്ലേ? മാധ്യമങ്ങൾ പോലും അത്
മാധ്യമങ്ങൾ പോലും അത് അംഗീകരിക്കുന്ന കാര്യം എന്താ? ഒരു താൽക്കാലികമായി ഉണ്ടായ ഒരു വിഷയമാണ് പച്ചക്കറിക്കുണ്ടായ വിലമാറ്റം. അത് വീക്ഷണം എഴുതിയിട്ടുണ്ട്, ഞാനിന്ന് രാവിലെ വായിച്ചു. അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അത് പരിഹരിക്കാൻ ആവശ്യമായ നടപടി ഗവൺമെൻറ് സ്വീകരിക്കും. അല്ല, നടപടി സ്വീകരിക്കുന്നവരെ കാഴ്ചക്കാരായി നിൽക്കുന്ന നിലപാടല്ല. അതുകൊണ്ട് ഇത്തരം ഘട്ടങ്ങളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നയങ്ങൾ മാറാതെ വിലക്കയറ്റം കുറയ്ക്കാൻ അല്ലെങ്കിൽ വിലക്കയറ്റം ഒഴിവാക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യം നമുക്കെല്ലാം അറിയാം. അത്തരം നയങ്ങൾ തിരുത്താൻ ശക്തമായ ഇടപെടലാണ് നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന കാര്യം. ഞാനതുകൊണ്ട് ആ വിഷയത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നില്ല. ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനനുസരിച്ച് ഇവിടെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഞാനത് വായിക്കാതല്ല, ശരാശരി ഓൾ ഇന്ത്യ നിരക്കിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. എന്നാൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ, രാജസ്ഥാനെക്കുറിച്ച് പറയാതെയല്ല, തൊട്ടടുത്ത് കർണാടക, തെക്കേ ഇന്ത്യൻ സ്റ്റേറ്റായിട്ടുള്ള തെലങ്കാന, അത് ഞാൻ എടുത്തു പറഞ്ഞതേ ഉള്ളൂ, ഒഡീഷ, അത് മറ്റ് സ്റ്റേറ്റുകൾ എടുത്തു നോക്കിയാൽ കേരളത്തെക്കാൾ എത്രയോ മുന്നിലാണ് അവർ. കേരളം അപ്പോഴും വിലക്കയറ്റത്തിൻ്റെ കാര്യത്തിൽ പുറകിലല്ലേ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചതാണ്. അല്ലാതെ ദേശീയ ശരാശരി അത് ഇതേവരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ ഇന്ത്യ രാജ്യത്ത് മാതൃകാപരമായ ഒരു നിലപാടും ഒരു അവസ്ഥയും സൃഷ്ടിച്ച സംസ്ഥാനം കേരളമാണെന്നുള്ള കാര്യം നിങ്ങളും നമ്മളും എല്ലാം ഒരുപോലെ സമ്മതിക്കേണ്ട കാര്യമല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? അതിനെന്തിനാണ് നമ്മൾ തള്ളിക്കളയുന്നത്? അതുകൊണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൻ്റെ ഏറ്റവും ശക്തമായ ആയുധം രാജ്യത്ത് നടപ്പാക്കുന്ന മോണിറ്ററി നയങ്ങളാണ്. ആ വിഷയങ്ങളിൽ നാണ്യപ്പെരുപ്പത്തിൻ്റെ കാര്യം ഞാനിവിടെ സൂചിപ്പിച്ചു. പണപ്പെരുപ്പവും വിലക്കയറ്റവും ഇരട്ട സഹോദരങ്ങളാണ്. പണപ്പെരുപ്പത്തിൻ്റെ സ്വാധീനം വില നിലവാരത്തിൽ പ്രതിഫലിക്കുക അനിവാര്യമായ കാര്യമാണ്. അതുകൊണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഫലപ്രദമായ വിപണി ഇടപെടൽ ഗവൺമെൻറ് എല്ലാ മേഖലയും നടത്താൻ പരിശ്രമിക്കുന്നുണ്ട്. അതിനനുസരിച്ച് സാമ്പത്തികമായ പ്രയാസങ്ങൾ കുറച്ച് നമ്മെ ബാധിച്ചു എന്നുള്ള ഒരു വസ്തുത തന്നെയാണ്, അത് തർക്കിക്കുന്നൊന്നുമില്ല. ആ വിഷയങ്ങൾ പരിഹരിച്ച് വളരെ വേഗത്തിൽ മുന്നോട്ട് പോകാനുള്ള നടപടിയിലാണ് കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ പൊതുവിതരണ മേഖലയും എന്നുള്ള കാര്യം സൂചിപ്പിച്ചുകൊണ്ട് അത്തരമൊരു സാഹചര്യത്തിൽ ഇത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. ഈ വിഷയങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ആവശ്യമായ നടപടി സ്വീകരിക്കുന്നതാണ്. മിനിസ്റ്റർ. സപ്ലൈകോയിലെയും അതുപോലെ മറ്റ് പൊതുവിതരണ സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മന്ത്രി വിശദമായി പറഞ്ഞു. നമ്മളെപ്പോഴും ബഡ്ജറ്റ് തുകയുണ്ടെങ്കിൽ അതിനേക്കാളും അധികം കൊടുത്തിട്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഇനിയും കൂടുതൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമുള്ളൊരു മേഖല തന്നെയാണ്. അതിനകത്ത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നല്ല പ്രത്യേക ശ്രദ്ധയുണ്ടാകും എന്നതിൻ്റെ ഭാഗമായിട്ട് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പിന്നെ നേരത്തെ വിലക്കയറ്റം സംബന്ധിച്ച് ഇവിടെ നൽകിയൊരു ചാർട്ടുണ്ട്. ആ നേരത്തെ പറഞ്ഞതുണ്ട്, അത് ഒന്നുകൂടി ബഹുമാനപ്പെട്ട മെമ്പർ പരിശോധിക്കണം. 5.47 കേരളത്തിലുള്ളപ്പോൾ കേരളത്തെക്കാളും വളരെയധികമാണ് തൊട്ടടുത്ത സംസ്ഥാനങ്ങൾ എന്നുള്ളത് ജൂൺ 12 ഇറക്കിയിട്ടുള്ള പ്രസിദ്ധീകരിച്ചിട്ടുള്ള അഖിലേന്ത്യാ അടിസ്ഥാനത്തിലുള്ള കണക്കുകൾ വ്യക്തമാണ്. അത് ഞാനോരോ സംസ്ഥാനം പറയുന്നില്ല, അതിപ്പോൾ കർണാടക എടുത്താലും തെലങ്കാന എടുത്താലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ അധികം തന്നെയാണ്. ഇയർ ടു ഇയർ ഇൻഫ്ലേഷനും പ്രൈസ് റൈസും നോക്കുമ്പോൾ കേരളം അതിനേക്കാളൊക്കെ കുറഞ്ഞാണ് നിൽക്കുന്നത് എന്നുള്ള വാർത്ത വന്നു. ജൂൺ 12 റിപ്പോർട്ടാണ് ഞാൻ പറയുന്നത്. അങ്ങേക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ആ കോപ്പി തരാം. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ ഡിസ്പോസ് ചെയ്യാൻ പോകുമ്പോഴാണോ സംസാരിക്കുക? ആദ്യം പറയണ്ടേ? സംസാരിച്ചോ. അല്ല, ഇതിനകത്ത് ഈ പച്ചക്കറികളുമായി ബന്ധപ്പെട്ടൊരു 2 കാര്യം മാത്രം ശ്രദ്ധയിൽപ്പെടുത്താനാണ്. കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന കാര്യത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി പറയുകയുണ്ടായി. നമുക്ക് കേരളത്തിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില ലഭിക്കേണ്ടതും കൂടി ഇതിനകത്തൊരു ആവശ്യമായ ഘടകമാണ്. തക്കാളിയുടെയും മറ്റും കാര്യം ബഹുമാനപ്പെട്ട അങ്ങോട്ട് പറഞ്ഞു. അട്ടപ്പാടിയിലും വടകരപ്പതിയിൽ നിന്നുമെല്ലാം തക്കാളി കർഷകർക്ക് നല്ല വില നൽകി സംഭരിച്ച് വിലക്കയറ്റം കൂടുതൽ അനുഭവപ്പെടുന്നത് ഇപ്പം എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, തിരുവനന്തപുരം ജില്ലകളാണ് അതിൽ കൂടുതലായി അനുഭവപ്പെടുന്നത് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. അവിടങ്ങളിലേക്ക് വിതരണം ചെയ്ത് പ്രത്യേകമായ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ചിലതെല്ലാം കേരളത്തിന് പുറത്തു നിന്ന് ഇടനിലക്കാരെ ഒഴിവാക്കി നേരിട്ട് സംഭരിച്ച് വിപണനം നടത്തുന്ന സമയം ഏർപ്പാടാക്കിയിട്ടുണ്ട്. മൊബൈൽ യൂണിറ്റുകൾ, മൊബൈൽ ഹോർട്ടികോർപ്പിൻ്റെയും VFPCയുടെയും മൊബൈൽ യൂണിറ്റുകൾ. തീർച്ചയായിട്ടും ഹോർട്ടികോർപ്പ് ഇവിടെ നേരത്തെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കണക്കാണ് അംഗം പറയുന്നത്. നമ്മൾ എടുക്കുന്നത് അങ്ങനെയാണ്. ആ ഒരു സംവിധാനം കേരളത്തിലുണ്ട്. അവർ പോയിട്ടാണ് മാർക്കറ്റിലെ വില നോക്കിയിട്ടാണ് കണക്ക് കൂട്ടുന്നത്. ആ വിലയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ വില കുറച്ചത് കൊടുക്കുന്നതിനുള്ള സമീപനം സ്വീകരിച്ചിരിക്കുന്നത്. ആ ഫലപ്രദമായ ഇടപെടൽ നടത്തുകയും ചെയ്യും. ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപത്തിന് അനുമതി നിഷേധിക്കുന്നു. സർ, ശ്രീ റോജി എം ജോൺ ഇവിടെ കൊടുത്ത നോട്ടീസിൽ പറഞ്ഞിരുന്നത് എന്താണ്?
കേരളത്തിൽ പച്ചക്കറി, പഴവർഗ്ഗങ്ങൾ, മുട്ട, മീൻ, ഇറച്ചി, പലചരക്ക്, പലവ്യഞ്ജന വസ്തുക്കൾ ഇതിനെല്ലാം വലിയ തോതിൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുക. 50% മുതൽ 200% വരെ വിലക്കയറ്റം ഉണ്ടായിരിക്കുക. ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞത് എന്താ? കേരളത്തിലെ PDS-നെ കുറിച്ച്, പൊതുവിതരണ സമ്പ്രദായത്തിലൂടെ റേഷൻ കടയിലൂടെ അരി കൊടുക്കുന്ന കാര്യം, അതാണ് അവിടെ ഞങ്ങൾ കൊണ്ടുവന്ന നോട്ടീസ്. അദ്ദേഹത്തിൻ്റെ മറുപടിയുടെ ഒരു 75% റേഷൻ കടയിലൂടെ അരി വിതരണം നടത്തുന്നതിനെ കുറിച്ചാണ് മറുപടി പറഞ്ഞത്. അതല്ല വിഷയം. വിഷയത്തിന് മറുപടി പറയാൻ ഇല്ലാതായപ്പോഴാണ് PDS-നെ കുറിച്ച് പറയുന്നത്. PDS-നെ കുറിച്ചല്ല ഇവിടുത്തെ ചർച്ച. ഞങ്ങൾ കൊണ്ടുവന്ന നോട്ടീസ് PDS-നെ കുറിച്ചല്ല. സാർ, ഒറ്റ ചോദ്യമുള്ളൂ. ഇത്ര രൂക്ഷമായ വിലക്കയറ്റം സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു, യാഥാർത്ഥ്യമാണ്. റോജി എം ജോൺ ആ വില വിവരം വ്യത്യാസം കഴിഞ്ഞ മാസത്തെയും ഈ മാസത്തെയും ഉണ്ടായ വിലകളിലുണ്ടായ അപൂർവമായ വ്യത്യാസം കൂടെ പറഞ്ഞു. വളരെ അപൂർവമായ തരത്തിലുള്ള വിലക്കയറ്റം ഈ സംസ്ഥാനത്തുണ്ടായി. അതൊരു യാഥാർത്ഥ്യമാണ്. സാർ, ചോദ്യം പ്ലീസ് ലെറ്റ് മീ കംപ്ലീറ്റ്. ചോദ്യം, എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചതെന്നാണ്. ഒരു നടപടി, ആദ്യം മന്ത്രി അസംബ്ലിയിൽ ഉത്തരം നൽകി, വിലക്കയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ അറിഞ്ഞില്ലേ വില കയറിയത്? ഞങ്ങൾ ഈ കണക്കെടുത്തത് ഓപ്പൺ മാർക്കറ്റിൽ നിന്നാണ്, ഏയാട് മാർക്കറ്റിൽ നിന്നും, ചാല മാർക്കറ്റിൽ നിന്നും, ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റിൽ നിന്നാണ് ഞങ്ങൾ ഈ വിലയെടുത്തത്. ഇതൊന്നും മന്ത്രി അറിഞ്ഞിട്ടില്ലേ? സർക്കാർ അറിഞ്ഞിട്ടില്ലേ വില കൂടിയത്? ഈ വിലക്കയറ്റം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് അസംബ്ലിയിൽ ഉത്തരം തരിക കഴിഞ്ഞ ആഴ്ച. അത്രമാത്രം വലിയ വിലക്കയറ്റമാണ്. ഞങ്ങളുടെ ചോദ്യം അതാണ്. നിങ്ങൾ എന്ത് ചെയ്തു? ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം കൂടി, എന്ത് നടപടിയെടുത്തു? കൃഷി വകുപ്പ് മന്ത്രിയുടെ ഒരു യോഗം കൂടി, എന്ത് നടപടിയെടുത്തു? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. കൃഷിമന്ത്രി പറഞ്ഞു ഹോർട്ടികോർപ്പിലെ വില പൊതു മാർക്കറ്റിലെ വിലയേക്കാൾ കൂടുതലാണ് പല ഐറ്റത്തിനും, എല്ലാത്തിനുമല്ല പല ഐറ്റത്തിനും. ഹോർട്ടികോർപ്പിൻ്റെ ഒരു ഔട്ട്ലെറ്റിൽ പോയി സാധനത്തിൻ്റെ വില ചോദിച്ച് നേരെ ഓപ്പോസിറ്റുള്ള ഒരു പച്ചക്കറി കടയിൽ ചെന്ന് വില ചോദിച്ചാൽ ആ പച്ചക്കറി കടയിലെ വിലയേക്കാൾ കൂടുതലാണ് ഗവൺമെൻറ് ഏജൻസിയായ ഹോർട്ടികോർപ്പ്. ഞാനൊരു ചോദ്യം സർ, ഞാനൊരു ചോദ്യം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലം ഏതാ? ഇടുക്കി ജില്ലയിലെ വട്ടവട ആണല്ലോ. ആ വട്ടവടയിലെ പച്ചക്കറിക്കാരുടെ ആ ഉൽപ്പന്നങ്ങൾ ഹോർട്ടികോർപ്പ് ഇപ്പോൾ സംഭരിക്കുന്നുണ്ടോ? കഴിഞ്ഞ ഓണക്കാലത്ത് സംഭരിച്ചതിൻ്റെ കാശ് കൊടുക്കാനുണ്ട് 50 ലക്ഷം രൂപ. ഞാൻ ഈ 2 മാസം മുമ്പ് ഇടുക്കി ചെല്ലുമ്പോഴും അവർ ആ പരാതിയുമായിട്ട് അവർ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് അവർ വില കുറച്ച് ഇടനിലക്കാർ വഴി, എന്തിനാ ഇടനിലക്കാരെ ഒഴിവാക്കി ഗവൺമെൻറ്റിൻ്റെ ഏജൻസി വരുന്ന എന്തിനാ? മാർക്കറ്റ് ഇൻ്റർവെൻഷന് വേണ്ടിയിട്ടാണ്. മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ഗവൺമെൻറ് നടത്തുമ്പോഴാണ് 2 തരത്തിലുള്ള വിലക്കയറ്റം ഉണ്ടാവും മാർക്കറ്റിൽ. ഒന്ന് നാച്ചുറലായിട്ടുള്ള സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും, 2 ആർട്ടിഫിഷ്യലായിട്ട് ഈ ഇടനിലക്കാരും കച്ചവടക്കാരും കൂടി ഉണ്ടാക്കുന്ന കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാക്കും. ഈ കൃത്രിമമായ വിലക്കയറ്റത്തെ ഭംഗിയായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഇൻ്റർവെൻഷൻ. അതിനു വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് ഏജൻസി. സപ്ലൈകോയുടെ 50-ാം വാർഷികം ആഘോഷിച്ചിട്ട് സപ്ലൈകോയുടെ ചരിത്രം പറയുകയാണ് മന്ത്രി. നിങ്ങൾ കണക്ക് ചോദിക്കട്ടെ, കണക്ക് പറയാം. ചരിത്രമൊക്കെ നല്ല ചരിത്രമാണ്. എല്ലാം മാറി മാറി വന്ന ഗവൺമെൻറ്റുകൾ സപ്ലൈകോയെ ചേർത്ത് പിടിച്ചിട്ടാണ് പോയിരുന്നത്. സർ, 13 ഐറ്റത്തിനാണ് സബ്സിഡി. എസെൻഷ്യൽ കമ്മോഡിറ്റീസ് എന്ന് പറയും, 13 ഐറ്റം. കാരണം ആ 13 ഐറ്റം സെലക്ട് ചെയ്താണ്. ആ 13 ഐറ്റം സബ്സിഡി കൊടുത്ത് സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ വിതരണം നടത്തിയാൽ പൊതു മാർക്കറ്റിലെ വിലയെ നിയന്ത്രിക്കാൻ പറ്റും. 2022-23 സർക്കാർ സബ്സിഡി സാധനങ്ങൾ വാങ്ങിയതിൽ സപ്ലൈകോയ്ക്ക് ഗ്രാൻഡായി 1 രൂപ പോലും കൊടുത്തില്ല. ആ വർഷം സപ്ലൈകോ ചെലവാക്കിയത് എത്രയാണ്? 1427 കോടി രൂപയാണ് ചെലവാക്കിയത്. അവർക്കുണ്ടായ നഷ്ടം എത്രയാ? ഞാൻ നിങ്ങൾക്ക് കൂടി വേണ്ടിയിട്ടാണ് സംസാരിക്കുന്നത്. 586 കോടി രൂപയുടെ നഷ്ടം സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ട്. ഇപ്പോൾ ധനകാര്യമന്ത്രി എണീറ്റ് എന്ന് പറഞ്ഞല്ലോ, കഴിഞ്ഞ വർഷത്തെ കാര്യമാണ്. 586 കോടി രൂപ നഷ്ടം. സർക്കാർ 1 രൂപ ഈ സ്ഥാപനത്തിന് ഗ്രാൻഡ് കൊടുത്തില്ല. സാർ, അതുകൊണ്ട് കഴിഞ്ഞ വർഷം 1427 കോടി രൂപ ചെലവഴിച്ച സപ്ലൈകോ ഈ പ്രാവശ്യം ചെലവഴിച്ചത് എത്രയാ? 565 കോടി. അതായത് കഴിഞ്ഞ വർഷത്തേക്കാൾ 862 കോടി രൂപ
കുറവാണ് സപ്ലൈകോ ചെലവഴിച്ചത്. അതായത് സപ്ലൈകോയുടെ ഈ ഓണക്കാലത്ത് ഈ ക്രിസ്മസ് കാലത്ത് നല്ലൊരു സോഷ്യൽ മീഡിയയിൽ ഒരു നല്ല ഇത് വന്നു. 2 ഇതാണ്. ഒന്ന് ബിവറേഴ്സിൻ്റെ ഔട്ട്ലെറ്റ്, എല്ലാ നിറഞ്ഞ കവിഞ്ഞ കുപ്പികളാണ്. എക്സൈസ് മന്ത്രിക്ക് അഭിമാനിക്കാൻ പറ്റും. ഔട്ട്ലെറ്റിൽ മുഴുവൻ കുപ്പികളാണ്. നേരെ താഴെ മാവേലി സ്റ്റോറിൻ്റെ അലമാരകൾ കാണിച്ചിരിക്കും, ഒരു സാധനമില്ല. ഒരു എസ്ഐലായിട്ടുള്ള ഒരാൾ ഇട്ടതാണെങ്കിലും അർത്ഥവത്തായ ഒരു സംഭവമാണ്. മാവേലി സ്റ്റോറിൻ്റെ ഔട്ട്ലെറ്റിൽ സാധനമില്ല. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ അഭിമാനകരമായ സ്ഥാപനം സപ്ലൈകോ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തി പലവ്യഞ്ജന സാധനങ്ങളുടെയും മൊത്തത്തിലുള്ള അരി ഉൾപ്പെടെയുള്ള മറ്റു വസ്തുക്കളുടെയും വില വർധനവ് തടയാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനത്തിൻ്റെ ഇടപെടലില്ലാതായി. നിങ്ങൾ ചരിത്രത്തിൽ അറിയപ്പെടാൻ പോകുന്നത് സപ്ലൈകോയുടെ 50ാമത്തെ വർഷം അതിൻ്റെ അന്തകരായി മാറിയ സർക്കാർ എന്നാണ് നിങ്ങൾ അറിയാൻ പോകുന്നത്. 10,3500 കോടി, 4,000 കോടിയുടെ അടുത്ത് വരും. ഇപ്പോൾ അത്ര പൈസയാണ് സർക്കാർ കൊടുക്കാനുള്ളത്. നിങ്ങൾ വകുപ്പിനെയല്ല പറയുന്നത്, പണം കൊടുക്കാനുണ്ട് സർക്കാർ. 4,000 കോടിയോളം രൂപ സർക്കാർ കൊടുക്കാനുണ്ട് ഈ സപ്ലൈകോയ്ക്ക്. അപ്പം 50ാമത്തെ കൊല്ലം സപ്ലൈകോയെ കുഴിച്ചു മൂടി എന്നുള്ള പേരായിരിക്കും ഈ സർക്കാരിൽ ചരിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. സാർ ഇവിടെ ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞു. സാർ ഇൻഫ്ലേഷൻ സാധാരണ കേരളത്തിൽ കുറവാണ്, നമ്മൾ അഭിമാനത്തോടെ പറയാറുള്ളത്. എപ്പോഴും നാഷണൽ ആവറേജിൻ്റെ താഴെയോ തൊട്ടടുത്തോ നമ്മൾ നിന്നു പോകാറുള്ളത്. ഈ പ്രാവശ്യമാണ് അത്. നിങ്ങൾ വേറെ സ്റ്റേറ്റുമായിട്ടല്ല കമ്പയർ ചെയ്യുന്നത്. സാധാരണ തോതിൽ കേരളത്തിൻ്റെ ഇൻഫ്ലേഷൻ അങ്ങനെ കൂടാറില്ല. അതൊരു അത്ഭുതകരമായ കാര്യം കൂടിയാണ്. നമുക്ക് ലൈഫ് ഇൻഡെക്സ് വളരെ കൂടുതലാണെങ്കിലും നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം കുറവാണെങ്കിലും നമുക്ക് വലിയ തോതിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പാടില്ല. പക്ഷേ അപ്രതീക്ഷിതമായി ഈ പ്രാവശ്യം ദേശീയ ആവറേജിനേക്കാൾ വളരെ കൂടുതൽ. ദേശീയ ആവറേജ് ഇപ്പോൾ നന്നായി കുറഞ്ഞു, നാഷണൽ ലെവലിൽ ഇൻഫ്ലേഷൻ റേറ്റ് കുറഞ്ഞു. അത് പല റിസർവ് ബാങ്കിൻ്റെ പല ഇടപെടലും മറ്റു കാരണങ്ങളും ഉണ്ടാകും. പക്ഷേ കേരളത്തിൽ ഇത് കൂടി. കേരളത്തിൽ കൂടി. നിങ്ങൾ സ്റ്റേറ്റുമായിട്ട് കമ്പയർ ചെയ്യണ്ട, കേരളത്തിൻ്റെ സ്വാഭാവികമായ സാഹചര്യത്തിൽ കൂടി. ഈ ഇൻഫ്ലേഷൻ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഗവൺമെൻറ് മനസ്സിലാക്കേണ്ടത്, ഇത് ഇൻഡയറക്റ്റ് ടാക്സ് പോലെയാണ്, പരോക്ഷ നികുതി പോലെയാണ്. ഇത് റിഗ്രസീവാണ്. ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നിലയെപ്പോലും ബാധിക്കുന്ന തരത്തിൽ അപകടകരമായി പോകും. ശ്രീ റോജി എം ജോൺ പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറഞ്ഞു. എന്താണ്? ആളുകളുടെ പർച്ചേസിംഗ് പവർ ഇല്ല. എന്താ പർച്ചേസിംഗ് പവർ ഇല്ലാത്തത്? എത്ര ആയിരം കോടി രൂപയാണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് കൊടുക്കാനുള്ളത്? കരാറുകാർക്ക് കൊടുക്കാനുള്ള 10,000 കോടി രൂപ, പെൻഷനായി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പെൻഷനും ക്ഷേമനിധി പെൻഷനും കൊടുക്കാനുള്ള 10,000-ഓളം കോടി രൂപ, 6 മാസത്തെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും ക്ഷേമനിധി പെൻഷനും, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കോടിക്കണക്കിന് രൂപ നിങ്ങൾ കൊടുക്കാനുണ്ട്. ആ പൈസ ഇല്ല അവരുടെ കയ്യിൽ. ആ പൈസ അവരുടെ കയ്യിൽ ഇല്ലാതെ പോകുമ്പോൾ അവിടെ അവരുടെ പർച്ചേസിംഗ് പവർ ഇല്ലാതാവുകയാണ്. സാർ, ഈ കേരളത്തിലെ ഇൻഫ്ലേഷനും ഈ പർച്ചേസിംഗ് പവർ പോകുന്നതും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള തിരിച്ചടികൾ നമ്മുടെ ധനമേഖലയിൽ ഉണ്ടാകും. അത് വിലക്കയറ്റമുണ്ടാകും, പാവങ്ങളെ ചെയ്യും. ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇതുണ്ടാക്കുന്നത് എന്താ? റോജി പറഞ്ഞല്ലോ, ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് എവിടെയാണ്? ഏറ്റവും പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ ജീവിതങ്ങളിലാണ്. സാർ, പുസ്തകത്തിൽ, ചെറിയ പുസ്തകത്തിൽ ഓരോ മാസത്തെയും ചെലവെഴുതി വെച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്. ഓരോ ദിവസത്തെയും ഓരോ ആഴ്ചത്തെയും ആ പണം പോലും അവർക്ക് കിട്ടുന്നില്ല. ആ പണം ചെലവാക്കാൻ പറ്റുന്നില്ല, ഉള്ള പണം കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ സാധനങ്ങളുടെ വില കൂടുന്നത്. സാർ, സ്വാഭാവികമായി വിലക്കയറ്റം നോക്കിയാൽ ഒരു 5,000 രൂപയ്ക്ക് മീതെ ഈ കഴിഞ്ഞ 2 മാസം കൊണ്ട് ഒരു ഇടത്തരം കുടുംബത്തിൻ്റെ ചെലവ് വർദ്ധിച്ചിട്ടുണ്ട്. ഇപ്പോൾ പോവർട്ടി ലോകം മുഴുവൻ ഈ ദാരിദ്ര്യത്തെ അതീവ ദാരിദ്ര്യ ഇല്ലാതാക്കും, നിർമ്മാർജ്ജനം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമ്മൾ കാണാത്ത 4 ഡിവിഷൻ ഉണ്ട്. സാർ, ഈ വിലക്കയറ്റത്തിൻ്റെ ഇമ്പാക്റ്റ് അതാണ്. സാർ, ഞാനത് ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. സാർ, ആദ്യത്തെ പോവർട്ടി എന്ന് പറയുന്നത് ഇൻസുലാർ പോവർട്ടിയാണ്. ഇപ്പോൾ ഒരു മത്സ്യമേഖലയിൽ, തീരമേഖലയിൽ ഒരു വിഷയം വന്നാൽ അവരൊരു ദ്വീപ് പോലെ ആയി മാറി ദാരിദ്ര്യം അങ്ങോട്ട് പോകും. അല്ലെങ്കിൽ ഒരു പട്ടികജാതി കോളനികൾ നിൽക്കുന്ന ഏതെങ്കിലും ഒരു ഭൂപ്രദേശത്ത് ഉണ്ടാകുന്ന പ്രത്യേകമായ പോവർട്ടിയാണ് ഇൻസുലാർ പോവർട്ടി എന്ന് പറയുന്നത്. സാർ, നമ്മൾ കേസ് പോവർട്ടി വരും. അതായത് ഡിഫറൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകൾ, തളർന്നു കിടക്കുന്ന ആളുകൾ, ഓരോ ഇൻഡിവിജ്വൽ കേസസ് ആണ്. അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടും വരുമാനമില്ലാത്തത് കൊണ്ടും ഉള്ള പോവർട്ടി വരും.
സർ, ഇൻവിസിബിൾ പോവർട്ടി എന്ന് പറയുന്ന ഒന്നുണ്ട്. സാധാരണഗതിയിൽ നോക്കുമ്പോൾ ആ കുടുംബത്തിന് ഇൻകം ഉണ്ട്, വരുമാനമുണ്ട്. പക്ഷേ പെട്ടെന്ന് ഒരു ക്യാൻസർ പോലുള്ള ഒരു മാരകമായ രോഗം ആ വീട്ടിലേക്ക് വരുന്നു, അല്ലെങ്കിൽ കുട്ടികളുടെ പഠന ചെലവ് ഗൗരവമായി വർദ്ധിക്കുന്നു, ഒരു ലോൺ കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന പ്രായമായ ഒരാൾ ഇങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ മദ്യത്തിൻ്റെ ഉപയോഗം കൊണ്ടും ലഹരി മരുന്നിൻ്റെ ഉപയോഗം കൊണ്ടും ആ കുടുംബത്തിലുണ്ടാകുന്ന സാമ്പത്തികമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ ഇൻവിസിബിൾ പോവർട്ടി എന്ന് പറയുന്ന പോവർട്ടി ഉണ്ട്. നാലാമത്തത്, അതും നമുക്ക് ബാധകമാണ്, ക്ലൈമറ്റ് പോവർട്ടി. ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാക്കുന്ന അപകടകരമായ നിലയിലുണ്ടാകുന്ന ദാരിദ്ര്യം. അപ്പം നമ്മുടെ സംസ്ഥാനത്ത് ദാരിദ്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്ന് നമ്മൾ പറയുകയും നമ്മൾ കാണാതെ പോകുന്ന ഈ 4 ഡിവിഷനെയും നമ്മൾ സ്റ്റേറ്റ് അഡ്രസ്സ് ചെയ്തേ മതിയാവും. ഇന്ന് ലോകത്ത് എല്ലായിടത്തും ഈ ദാരിദ്ര്യത്തെ ഗവൺമെൻറ്റുകൾ സ്റ്റേറ്റ് അഡ്രസ്സ് ചെയ്യുന്നത് ഇത് വെച്ചുകൊണ്ടാണ്. അപ്പോൾ നാട്ടിലുണ്ടാകുന്ന വിലക്കയറ്റം, രൂക്ഷമായ വിലക്കയറ്റം, ഒരു തരത്തിലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിലക്കയറ്റം. രണ്ടാമത് പർച്ചേസിംഗ് പവർ ഇല്ലാതാകുന്നത്, സാധാരണഗതിയിൽ കിട്ടേണ്ട ഒരു വെൽഫെയർ സ്റ്റേറ്റ് ചെയ്യേണ്ട ആനുകൂല്യങ്ങൾ സാധാരണക്കാർക്ക് കൊടുക്കാതെ വരുന്ന സാഹചര്യം. സർ, അതീവ ഗുരുതരമായ പ്രശ്നമാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകൾ നേരിടുന്നത്. അതിനെ ഇങ്ങനെ ലാഘവത്വത്തോടു കൂടിയാണ് നേരിടുന്നത്. ഈ വിലക്കയറ്റത്തെക്കുറിച്ചും പലചരക്കിൻ്റെ വിലക്കയറ്റത്തെക്കുറിച്ചും പറയുമ്പോൾ അരി വിതരണത്തെക്കുറിച്ച് പറയുന്നത്, അരി എത്രയെന്ന് ചോദിച്ചാൽ പയറഞ്ഞാഴി എന്നാണ് മറുപടി പറയുന്നത്. സാർ, വളരെ സീരിയസ് ആയിട്ട് നിങ്ങളുടെ വകുപ്പ് മാത്രമല്ല, ഞാൻ മന്ത്രിയെ കുറിച്ച് മാത്രമല്ല, ഗവൺമെന്റ് ഒട്ടാകെ കൈകാര്യം ചെയ്യേണ്ട ഗുരുതരമായ സ്ഥിതിവിശേഷം ധനകാര്യമന്ത്രി അറിയണം. ഈ ധനപ്രതിസന്ധി, സംസ്ഥാനം കടന്നു പോകുന്ന ഈ ധനപ്രതിസന്ധി നമ്മുടെ സ്റ്റേറ്റിനെ എത്ര വർഷം പുറകോട്ട് കൊണ്ടുപോകും എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാകുന്നില്ല. നമ്മുടെ സർക്കാരിൻ്റെ ഏജൻസികൾ മുഴുവൻ ഫെയിൽ ചെയ്യുക. സപ്ലൈകോ തകർന്നു, ഹോർട്ടികോർപ്പ് മോശമായി, നമ്മുടെ സംഭരണങ്ങൾ എല്ലാം പാളുന്നു. കാർഷിക മേഖലയിൽ, മത്സ്യത്തൊഴിലാളി മേഖലയിൽ, പട്ടികജാതി പട്ടികവർഗ പ്രദേശങ്ങളിൽ എല്ലാം ആയി ഉണ്ടാകുന്ന ഗുരുതരമായ സ്ഥിതിവിശേഷം, അതിൻ്റെ മീതെ കൂനിന്മേൽ കുരുവെന്നതുപോലെയാണ് ഗുരുതരമായ ഈ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത്. സാർ, ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളത്, സർക്കാർ ഇതിനെ അഡ്രസ്സ് ചെയ്യണം. സാർ, എൻ്റെ അറിവാണ്, എല്ലാ ദിവസവും രാവിലെ മുഖ്യമന്ത്രിയുടെ ടേബിളിൽ എല്ലാ വിലയെ സംബന്ധിച്ച വിവരം കിട്ടുമെന്ന്. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആ വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന്, കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഈ മാസം ഉണ്ടായിരിക്കുന്ന വിലക്കയറ്റം ഏതെങ്കിലും ഒരു ഐറ്റത്തിന് എന്തുകൊണ്ടുണ്ടായി എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം വേണം. നിങ്ങളുടെ സർക്കാരിൽ അങ്ങനെ ഒരു ഏകോപനമില്ല, ഒരു സംവിധാനവും ഇല്ല. നിങ്ങളുടെ പ്രയോറിറ്റി അല്ലത്. ഞാൻ എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, നിങ്ങളുടെ പ്രയോറിറ്റി എന്താണ്? നിങ്ങളുടെ പ്രയോറിറ്റി ഇതൊന്നുമില്ല, വേറെ എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രയോറിറ്റി? പാവങ്ങളൊന്നും നിങ്ങളുടെ പ്രയോറിറ്റിയിലില്ല. അത് നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല. നിങ്ങൾ തെറ്റ് തിരുത്താൻ പോകുന്നു എന്ന് പറയുന്നു. ഇതൊക്കെയാണ് നിങ്ങൾ തിരുത്തേണ്ട തെറ്റുകൾ. സാർ, അതുകൊണ്ട് സംസ്ഥാനത്തുണ്ടായിരിക്കുന്ന രൂക്ഷമായ വിലക്കയറ്റത്തിൽ ഇടപെടുന്നതിൽ സർക്കാരും സർക്കാരിൻ്റെ എല്ലാ ഏജൻസികളും ഗുരുതരമായി പരാജയപ്പെട്ട ഇതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടിയും വോക്കൗട്ട് ചെയ്യും. സർ, ബഹുമാനപ്പെട്ട റോജി അവതരിപ്പിച്ച പ്രമേയത്തിന്, അടിയന്തര പ്രമേയത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ മറുപടി ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സർ, ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ അതൊരു വലിയ അത്ഭുതം തന്നെയാണ്. മീഡിയ മുഴുവൻ ഓരോ സാധനങ്ങളും എടുത്തു വെച്ച് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിലക്കയറ്റത്തെക്കുറിച്ച് നിരന്തരം അനുഭവങ്ങൾ, സാധാരണക്കാരുടെ അവരുടെ ഒക്കെ പ്രയാസങ്ങൾ ഒക്കെ ഇങ്ങനെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാർക്കറ്റിലെ വിലക്കയറ്റം. സർ, ആദ്യം അത് പറഞ്ഞിട്ട് പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രി കടന്നത്, അവർക്കൊക്കെ പലതരത്തിലുള്ള കാർഡില്ലേ, വെള്ള കാർഡ്, പച്ച കാർഡ്, പല കാർഡുകളുണ്ട്, അത് കൊടുക്കുന്നില്ല അതുപോലെ എന്നുള്ള നിലക്കാണ്. സർ, ഇവിടെ ഒരു സമീപനത്തിൻ്റെ പ്രശ്നമുണ്ട് സർ. ഈ സംസ്ഥാനത്ത് ഇന്ന് അനുഭവിക്കുന്ന ഈ ദുരവസ്ഥ, ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ മറുപടി പറഞ്ഞ് കുറേ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ഒന്ന് എണീറ്റ് കുറ്റബോധം കൊണ്ട് ആയിരിക്കാം
സർ എല്ലാ മന്ത്രിമാരും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ എങ്ങനെ ഹെൽപ്ലെസ് ആവുകയാണ് ഒന്നിനും. യെസ് യെസ് അങ്ങ് ഇൽഡിയോ യെസ് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇടപെട്ട് പറയുന്നത് കുറ്റബോധം കൊണ്ടാണോ സർ? കാശ് കൊടുക്കാത്തതുകൊണ്ടാണ്. നിങ്ങളും അല്ലല്ല, എല്ലാം കൂടി ചർച്ച ചെയ്ത കാര്യത്തെ പറ്റി ഗൗരവമായി പറയുന്നത് കുറ്റബോധം കൊണ്ടാണോ? അല്ല, അതെ, കാശ് ചെയ്യാനല്ലേ. എന്നാ പിന്നെ ഞാൻ ഇങ്ങനെ തിരുത്താം. ആ പാവം അങ്ങനെ പറയേണ്ടി വരുന്നത് ഞാൻ കാശ് കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന ബോധ്യം അങ്ങേക്ക് വന്നുകൊണ്ടായിരിക്കാം. കാശില്ലാത്താണ് പ്രശ്നം. ഇന്ന് രാവിലെ ഞാൻ പറയാം, ഇന്ന് രാവിലെ ഇപ്പോൾ അല്ല പറയുന്നൊരു രീതി അല്ല, അതല്ല ഞാൻ ഞങ്ങൾ കളക്റ്റീവായിട്ടാണ് ഇത് കണക്ക് നമ്മൾ ബഡ്ജറ്റ് ഡിസ്കഷന്റെ ഭാഗമായിട്ട് കണക്കെല്ലാം ചർച്ച ചെയ്യുന്നതാണ്. പക്ഷേ ഈ സപ്ലൈകോ പോലെയുള്ള മേഖലകളിൽ ഇപ്പോഴത്തെ വിലക്കയറ്റം ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഉള്ളത് നന്നായി ചെയ്യുന്നു. അതിനകത്ത് ഞങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുമെന്ന് പറഞ്ഞത് നിങ്ങൾ പറഞ്ഞ അടിയന്തര പ്രമേയത്തിനും കൂടി സഹായകരമല്ലേ? അങ്ങനെ പറയുമ്പോ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി എണീക്കുന്നു, +2 കൊടുക്കേണ്ടത് ആവശ്യമാണ്, പക്ഷേ കൊടുക്കാൻ കഴിയുന്നില്ല. ബഹുമാനപ്പെട്ട സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ എണീക്കുന്നു, ഈ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനൊക്കെ കുറച്ചുകൂടി കാശ് കൊടുക്കേണ്ടതാണ്, കൊടുക്കാൻ കഴിയുന്നില്ല. പൊതുമരാമത്ത് മന്ത്രി എണീക്കുന്നു, എന്നിട്ട് റോഡുകളുടെ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ വേണ്ടത്ര കാശില്ല. അപ്പോൾ ഞങ്ങളിത് പറയണ്ടേ? പറയാതിരിക്കാൻ പറ്റുമോ? കാശ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും ഒരു മാർഗം ധനകാര്യമന്ത്രി കാണണ്ടേ? എല്ലാം നിശ്ചലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രവർത്തിക്കാത്ത ഗവൺമെൻറ് എന്നുള്ള നിലയിലേക്ക് വരികയാണ്. ഇപ്പോൾ സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ഈ സ്ഥിതിയിലെത്തിയിട്ട്, അതുപോലെ തന്നെ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ തീരെ നടക്കാതായിട്ട്, നമുക്ക് പരമ്പരാഗതമായിട്ട് ഉണ്ടായിരുന്ന ആ ഒരു ഗുണം ഇവിടെ ഒരുവിധം മിഡിൽ ക്ലാസ്സുകാരും തൊഴിലാളികളും സാധാരണക്കാരും ഈ പറഞ്ഞതൊരു അംഗപരിമിതരും എല്ലാവരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവരോടാ പറയുന്നത്, നിങ്ങൾക്ക് PDS ഇല്ലേ, അവിടെ പല കാർഡില്ലേ, അതുകൊണ്ട് അരി തരുന്നില്ലേ, അത്യാവശ്യ സാധനം തരുന്നില്ലേ, അതുപോലെ എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലെത്തി. ഇതാണ് ഞാൻ പറയുന്നത്. അതവിടെ അങ്ങക്ക് ഒരു കുറ്റബോധം തോന്നിയെങ്കിൽ അതിന് അങ്ങനെ ഞാൻ കുറ്റം പറയല്ല. പക്ഷേ മാർഗം കാണാതിരുന്നാൽ കൂടുതൽ അപകടത്തിലേക്ക് കേരളം പോകും. പണം എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് അങ്ങേരുടെ പ്രശ്നമാണ്, ധനകാര്യമന്ത്രിയുടെ പ്രശ്നമാണ്. അത് ആലോചിക്കേണ്ട സമയമായി. ഒന്നിനും കാശില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ സർ ഇത് ഈ ഷോ എങ്ങനെ നടക്കും, എങ്ങനെ പോകും? അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വലിയ ബുദ്ധിമുട്ടിലാണ്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ, പട്ടിണിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പട്ടിണിയിലേക്ക് നീങ്ങുമ്പോൾ അവിടെ സംരക്ഷണം കൊടുക്കേണ്ടത് ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് സംരക്ഷണം കൊടുക്കണം എന്നുണ്ടെങ്കിൽ സിവിൽ സപ്ലൈസ് മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ നല്ല വാക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കോർപ്പറേഷനെ കുറിച്ച് എല്ലാവരും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നല്ലത് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ അങ്ങോട്ട് കയറുമോ? കയറി നോക്കുമ്പോൾ വല്ലതൊക്കെ വാങ്ങാൻ കിട്ടണ്ടേ? വാങ്ങാൻ കിട്ടാതെ കോർപ്പറേഷൻ നമ്മളതാണ്, പൊതുമരാമത്ത് പൊതു മേഖലയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾ അങ്ങ് പോവോ? ഒരു പ്രാവശ്യം പോകും, 2 പ്രാവശ്യം പോകും, പിന്നെ പോവോ? അപ്പോൾ അതുകൊണ്ട് തന്നെ സർ ഈ ഷോ നടക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ദയനീയാവസ്ഥ ഇല്ലാതിരിക്കണമെങ്കിലും അതിനെക്കുറിച്ച് ഒരു വാക്കെങ്കിലും നന്നാക്കി പറയണമെന്നുണ്ടെങ്കിലും കാശിന് കുറച്ച് കാശ് കൊടുക്കണം എന്നാൽ മാത്രമേ നടക്കുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ ദയനീയമായ അവസ്ഥയാണ് സർ, പറയാതിരിക്കാൻ വയ്യ. ഇതാണ് ചർച്ച ചെയ്യേണ്ടത്, ഇത് തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇത് നിർത്തി ബാക്കിയെല്ലാം നിർത്തി വെച്ച് ഇത് ചർച്ച ചെയ്യേണ്ടതാണ്. അതിന് സർക്കാർ ഇത് ശ്രദ്ധയിൽ പോലും പെട്ടിട്ടില്ല എന്ന് പറയുന്നതിൽ പ്രതിഷേധിച്ച് ഞാനും എൻ്റെ പാർട്ടി ഇറങ്ങി. സാറ്, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുന്നതിൽ ഇന്ന് ഈ രംഗത്തുള്ള ഈ പരാജയം മൂടിവയ്ക്കാൻ ശ്രമിക്കുകയാണ്. ഈ വിഷയം ചർച്ചയാത്തിൽ പ്രതിഷേധിച്ച് ഞങ്ങളുടെ കക്ഷിയിലൊപ്പം ഈ പച്ചക്കറികളടക്കമുള്ള പല വ്യഞ്ജനങ്ങളുടെയും വിലക്കയറ്റം അതിരൂക്ഷമായി നിലകൊള്ളുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. ഞാൻ ഏതാനും 2 വർഷം മുമ്പ് ഞാൻ ഹോർട്ടികോപ്പിൻ്റെ വിഷയം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ കൊണ്ടുവന്നതാണ്. അതിൻ്റെ സംഭരണം കാര്യക്ഷമമായി നടക്കുന്നില്ല, ആ സംഭരിക്കുന്നതിൻ്റെ തുക ലഭിക്കുന്നില്ല. അതാണിപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത്. വട്ടവടയിൽ കർഷകർ തന്നെ അവർക്ക് ഏകദേശം 50 ലക്ഷം രൂപയുടെ കുടിശ്ശികയുണ്ട്. അങ്ങില്ല എന്നിപ്പോൾ അവിടെ നിന്ന് പറയുന്നത് കേട്ടു. പക്ഷേ 50 ലക്ഷം രൂപയുടെ കുടിശ്ശിക ഈ ഓണക്കാലത്ത് എടുത്ത പച്ചക്കറികൾക്ക് കിട്ടാനുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ അവിടെ ഈ സംഭരണം പലപ്പോഴും
മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് പച്ചക്കറികൾ എടുത്ത് ഹോർട്ടികോപ്പ് വിപണനം നടത്തുന്നു എന്ന ആക്ഷേപം കാലാകാലങ്ങളിൽ ഞാൻ ഈ പോയിന്റ് തന്നെയാണ് ചോദിച്ചത്. അത് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി അക്കാര്യത്തിൽ ഇടപെടണം എന്നുള്ളതാണ്. കാരണം അതിൻ്റെ അകത്ത് ഈ കർഷകരെ സഹായിക്കാനാണ് എന്നുണ്ടെങ്കിൽ അത് കൃത്യമായ നിലയിൽ അത് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഈ സംഭരണ കേന്ദ്രത്തിലെ സംബന്ധിച്ച് ഒരുപാട് പരാതികൾ നിലനിൽക്കുകയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു മേഖലയിലെ വിഷയമാണ് സാർ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ പച്ചക്കറികളുടെ വിലക്കയറ്റം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതിനെ സംരക്ഷിക്കാൻ കഴിയുന്ന ഒരു ഇടപെടൽ ഹോർട്ടികോപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല. മാവേലി സ്റ്റോറുകളുടെ അവസ്ഥ സമാനമായ നിലയിൽ പോകുന്നു. ഈ വിഷയവും ഇതിനു മുമ്പ് ചർച്ച ചെയ്തതാണ്. ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഗവൺമെൻറ് ആവശ്യമായ തുക കോർപ്പറേഷൻ നൽകിയാൽ മാത്രമേ ഈ ദുസ്ഥിതിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അകത്ത് യാതൊരു ഇടപെടലും ധനകാര്യമന്ത്രി എണീറ്റ് പറഞ്ഞത് സ്വാഗതാർഹമാണ്. പക്ഷേ അങ്ങ് പറയുന്നത് പോലുള്ള കാര്യങ്ങൾ പ്രായോഗിക തലത്തിൽ ഉണ്ടാവുന്നില്ല എന്നത് ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു. ഈ വിഷയം ചർച്ച ചെയ്യാത്തിൽ പ്രതിഷേധിച്ച് വാക്കൗട്ട് ചെയ്യുന്നു.